ഇല്ല, വേറെ നിവർത്തില്ല സാറേ. ഏജൻസി പറഞ്ഞിട്ട് അവർ ഇല്ലെന്നാണ് പറയുന്നത്. ഇന്ന് പത്രത്തിൽ പ്രധാനമന്ത്രി എല്ലാവരും പറഞ്ഞിരിക്കുകയാണ് ഗ്യാസിന് ഒരു ക്ഷാമമില്ല, അതില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പത്രത്തിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ബിസിനസ്സുകാർ ഇപ്പോൾ സിറ്റിക്കകത്ത് പകുതി ഹോട്ടൽ അടച്ചു. ഇപ്പോൾ മിക്കവാറും എല്ലാവരും പഴയ ആ രീതിയിൽ വിറകടുപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മോദിക്ക് അല്ല ആരുടെ ഭാഗത്തുനിന്നായാലും നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ തീരുവാണെങ്കിൽ പിന്നെ അടയ്ക്കും, പിന്നെ തുറക്കത്തില്ല. പിന്നെ തീർന്നത് ഇനി അടുത്ത കുറ്റിക്ക് ഡബിൾ കുറ്റിയായിരുന്നു. അടുത്ത കുറ്റിക്ക് വേണ്ടി വിളിച്ചപ്പോൾ അവർ റെസ്പോൺസ്. ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ട് തന്നെയാണ്, നല്ല ബുദ്ധിമുട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. കിട്ടില്ലെങ്കിൽ അടുപ്പ് തീയറ്റിക്കും, അത്രയല്ല. പിന്നെ നമ്മളെ വീട്ടിലും ഗ്യാസ് ഉണ്ട്, 2 ദിവസം കഴിയുമ്പോൾ അതൊന്നും തീരും. അടുപ്പില്ല, ഇപ്പോഴത്തെ വീടുകളിൽ അടുപ്പില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. നാളെ വരെയും ഗ്യാസ് കിട്ടും, നാളെ കട അടയ്ക്കും. അപ്പം ഗ്യാസ് കിട്ടാത്തതിന് വളരെ ഒരു മെനക്കെട്ടിരിക്കുകയാണ്. ഗ്യാസ് ഇല്ല, ഒരു ദിവസം പോലും ഗ്യാസ് ഇല്ല. ഗ്യാസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം കഷ്ടിച്ച് ഒരു ദിവസം ഗ്യാസേ ഉള്ളൂ. ഗ്യാസ് ഇല്ല, നല്ല തിരക്കാണ്. ഒരിടത്തും ഗ്യാസ് കിട്ടാറില്ല. നമുക്ക് ഒരു കുറ്റിയെങ്കിലും കിട്ടിയെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും കൊണ്ടുപോകാം എന്നുള്ളതേ ഉള്ളൂ. ഏജൻസി പറയുന്നത് സ്റ്റോക്ക് ഇല്ലെന്നാണ് പറയുന്നത്. അല്ലല്ല, വരുമെന്നൊന്നും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. വന്നാൽ ഞങ്ങൾ തരാം എന്നാണ് പറയുന്നത്. അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഇല്ല, കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് തന്നെ ഇപ്പോൾ വളരെ കഷ്ടിച്ചാണ് പോയത്. നല്ല തിരക്കാണ്. പക്ഷെ തിരക്കാണെങ്കിലും ഗ്യാസ് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരിക്കലും പറ്റത്തില്ല. പൂട്ടിയിട്ടുണ്ട്, അപ്പുറത്തൊക്കെ പൂട്ടി. ഇതും ഇനിയിപ്പോൾ ഇന്നോ നാളെ കഷ്ടിച്ച് വരെ പോകും. അത് കഴിഞ്ഞാൽ ഇതും പൂട്ടേണ്ട സ്റ്റേജാണ്. ഇന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് ഗ്യാസ് ഉള്ളൂ. ഇന്നലെ ഗ്യാസ് ഇല്ലാതുകൊണ്ട് ഉച്ചയ്ക്ക് അടച്ചു, 12 മണി അടച്ച് 3 മണിയാകുമ്പോൾ തുറന്ന് ഐറ്റങ്ങൾ കുറച്ച്. വടയില്ല, പൂരിയില്ല. എനിക്ക് വേണ്ടിയില്ലെങ്കിലും 12 സ്റ്റാഫുകളുണ്ട്. അവരുടെ കുടുംബജീവിതം, അവർക്ക് വാടക വേണമെങ്കിൽ ഞാൻ കയ്യിൽ നിന്ന് കൊടുത്തോളാം. പക്ഷേ അവരുടെ ശമ്പളം എനിക്ക് കൊടുക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ കഷ്ടിച്ച് ഓടുന്നത്. ഇന്ന് 12 മണി തൊട്ട് 4 മണി വരെ ചായ ഇല്ല. ഊണിന് പണ്ടേ ഈ ഗ്യാസ് പ്രോബ്ലം കൊണ്ട് ഊണ് പണ്ടേ നമ്മൾ നിർത്തിയതാണത്. അതുകൊണ്ട് മാക്സിമം ഇന്ന് നാളെ ഉച്ച വരെ എനിക്ക് കാണും. അതിന് വിറകിൻ്റെ സമയമാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ എവിടെയില്ല. തമിഴ്നാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർ 10 ദിവസം കഴിഞ്ഞ് കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടിയാൽ നമ്മൾ അത് കൊണ്ടുപോയി മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഇല്ല, വേറെ നിവർത്തില്ല സാറേ. ഏജൻസി പറഞ്ഞിട്ട് അവർ ഇല്ലെന്നാണ് പറയുന്നത്. ഇന്ന് പത്രത്തിൽ പ്രധാനമന്ത്രി എല്ലാവരും പറഞ്ഞിരിക്കുകയാണ് ഗ്യാസിന് ഒരു ക്ഷാമമില്ല, അതില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പത്രത്തിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ബിസിനസ്സുകാർ ഇപ്പോൾ സിറ്റിക്കകത്ത് പകുതി ഹോട്ടൽ അടച്ചു. ഇവിടെ അല്ല, ഇന്ത്യ മൊത്തം ഒരു വിധം എല്ലാം അടച്ചു കഴിഞ്ഞു. എനിക്ക് നാളെ ഒരു ദിവസം കാണും. ഏജൻസി വിളിച്ചിട്ട് അവർ ഏജൻസി എടുക്കുന്നില്ല. അവർ 12 സ്റ്റാഫുകളുണ്ട്. അവരുടെ ശമ്പളം കിട്ടട്ടെ കൊണ്ടാണ് ഞങ്ങളിങ്ങനെ കഷ്ടിച്ച് ഓടിക്കുന്നത്. നിവർത്തില്ലെങ്കിൽ അതും കൂടി അടച്ചിട്ട് അവരും വീട്ടിൽ പോകും, നമ്മൾ വീട്ടിൽ പോകും. നിവർത്തില്ല, അതാണ് സാറേ. ഇന്നലെ മാത്രം തമ്പാനൂരിൽ ഒരു കട അടച്ചിട്ടിരുന്നു. അതിന്റെ കാരണം എന്തിനാണെന്ന് അറിയില്ല. ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണ്. ഇന്ന് നോക്കിയപ്പോൾ തുറന്നു. ഗ്യാസിന് എന്തോ പൊതുവെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഏജൻസിക്കാര്? ഒന്നും പറയണില്ല. ഇനി നമുക്ക് കിട്ടുമെന്ന് അറിഞ്ഞൂടല്ലോ. അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വരം പറയാം, 1 മാസത്തിനകത്തിലേ കിട്ടുള്ളൂ എന്ന് പറയണത്. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇന്നലെ അതാണ്ട് ഈ കട പൂട്ടിയിട്ടിരുന്നത്, ഗ്യാസില്ല. അവർ പിന്നെ വേറെ എവിടെയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നാണ് ഇന്ന് തുറന്നത്. വീടുകളിലൊക്കെ നേരത്തെ ഉള്ള ഗ്യാസുകളേ ഉള്ളൂ. ബുക്ക് ചെയ്താൽ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. എങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞേ കിട്ടുള്ളൂ. ആ സ്റ്റേജായി. ഇപ്പോൾ മിക്കവാറും എല്ലാവരും പഴയ ആ രീതിയിൽ വിറകടുപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസ് കിട്ടാൻ എന്നാൽ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് വലിയ പാടില്ല. 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് വരുന്നതാണ്. അതിൻ്റെ അത് തന്നെ, അല്ലാതെ വരാൻ ചാൻസ് ഇല്ല. മറ്റേ ബുക്ക് ചെയ്താൽ 2 ദിവസത്തിനും കിട്ടും. പക്ഷെ ഷോർട്ടില്ല എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത്. ഇപ്പം എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ട് ഇവിടെ മിക്കവാറും കടകളൊക്കെ അടച്ചു തുടങ്ങി. ചായക്കടകളൊക്കെ ഷോർട്ടേജ് ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ 2-3 കടകളൊക്കെ അടച്ചു. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടച്ചു, അടച്ചൊക്കെയാണ്. അതന്നെ അവർക്കുള്ള വാണിജ്യ ഗ്യാസ് ഇല്ലാത്തതാണോ എന്താണെന്നുള്ളത് അറിയില്ല. ഈ അഭിപ്രായം തന്നെ, ഗ്യാസ് കിട്ടാനില്ല, അതേ ഉള്ളൂ. അതിപ്പം കേന്ദ്രത്തിൽ മിസ്റ്റേക്കാണ്, നമുക്ക് പറയാനൊക്കെ ഇല്ല. പിന്നെ പേപ്പർ ഇന്നലെ പേപ്പറിലുണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. 25 സാധനം ഉണ്ടെന്ന് ഇന്നലെ പേപ്പറിലും ഉണ്ടായിരുന്നു. പിന്നെ വരാതിരുന്ന ഇതും അടയ്ക്കാൻ പോകുന്നു. ഇവിടെ ഉച്ചവരെ ഉള്ളത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാസ് ഇല്ല എന്ന് പറയുന്നത് നരേന്ദ്രമോദിജി ഇന്നലെ അവിടുത്തെ എറണാകുളത്ത് പറഞ്ഞല്ലോ, യാതൊരു ഷോർട്ടേജും ഇല്ല, മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുതെന്ന്. അതൊന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ കേട്ടായിരുന്നോ? അപ്പോൾ അതിൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ ഈ ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞ് അടയ്ക്കുന്നതെന്ന് വെച്ചാൽ പലരും ഈ സ്റ്റോക്കുകൾ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളത് ഓപ്പൺ ചെയ്യണം. എവിടെയെങ്കിലും ആരെങ്കിലും സ്റ്റോക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യണം. പുള്ളി പറയുന്നത് എത്ര 90 ദിവസമോ എത്ര ദിവസമാണ്? അതെ അതെ അതെ
10 ദിവസമേ കഴിക്കുള്ളൂ. അതെ അതെ. ഇതിന് എന്താന്ന് വെച്ചാൽ പ്രതിവിധി നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാർ, അതിൻ്റെ ഭാരവാഹികൾ, അവരിതിനെ പോയിട്ട് നോട്ട് ചെയ്തിട്ട് പബ്ലിക് എന്ത് ചെയ്യും? പാവപ്പെട്ടവരെന്ത് ചെയ്യും? തട്ടുകടക്കാരെന്ത് ചെയ്യും? ഇതൊക്കെ അല്ല, അത് തെറ്റാണ്. അത് തെറ്റല്ല. അവർ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യരാണ്, അല്ലേ? ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മനുഷ്യരായാലും നരേന്ദ്രമോദി ഏതൊരു പാർട്ടി, ഞാൻ ഏതൊരു പാർട്ടിയെ പറ്റി പറയുന്നില്ല, നമ്മൾ പറയുന്നത് അതല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ഒന്നുകൂടിയിട്ട് അതിനൊരു പ്രതിവിധി കാണണം. എൻ്റെ അഭിപ്രായം അതാണ്. നല്ലത് ചെയ്യുന്നതെങ്കിൽ അത് നല്ലതായിട്ട് തന്നെ നമ്മൾ കാര്യം പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം. മോദിജി അല്ല, ആരുടെ ഭാഗത്തു നിന്നായാലും നമ്മൾ ചെയ്യുന്നു. അതെ, അല്ല അത് ശരി. അത് നമ്മൾ ഇത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പം നിങ്ങൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, അതിനൊരു പ്രതിവിധി എന്താ ചെയ്യണം, അതാണ് നമുക്ക് ആവശ്യം. കാര്യം ഈ പാവപ്പെട്ട ജനങ്ങളും അതേപോലെയുള്ള ഞങ്ങളുള്ള മിഡിൽ ക്ലാസ് ആളുകളും അനുഭവിക്കുന്ന ഇത്രയും ചൂട് സമയത്ത് വന്നിട്ട് ഒരു ചായ കുടിക്കണം അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തോ. ഇപ്പം എന്ത് ചെയ്യാനാണ്? ഞങ്ങളിപ്പോൾ കുറച്ചുകൂടി ഗ്യാസ് ഉണ്ട്. അതിപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ തീരുവാണെങ്കിൽ പിന്നെ അടയ്ക്കും, പിന്നെ തുറക്കത്തില്ല. പിന്നെ ഇപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഗ്യാസ് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. കിട്ടിയാൽ തിങ്കളാഴ്ച തുറക്കത്തേ ഉള്ളൂ. വിളിച്ചിട്ടുണ്ട് ബുക്കിങ്ങിന് വേണ്ടി, പക്ഷെ അവരെ എടുക്കുന്നില്ല ഏജൻസി. അത്ര മാത്രമേ ഉള്ളൂ. എന്താണെന്നൊരു പിടിയില്ല. വീട്ടിലുണ്ട്. തീർന്നത് ഇനി അടുത്ത കുറ്റിക്ക്, ഡബിൾ കുറ്റിയായിരുന്നു. അടുത്ത കുറ്റിക്ക് വേണ്ടി വിളിച്ചപ്പോൾ അവർ ഒരു റെസ്പോൺസും ഇല്ല. പഴയ ആൾക്കാർ എന്താണ് ചെയ്തത് അത് തന്നെ എടുക്കുക, പിന്നെ കൊതുമ്പും ചൂട്ടും എടുക്കും, ഇത്രേ ഉള്ളൂ. ഗ്യാസ് കിട്ടും, നമുക്ക് പ്രതീക്ഷയുണ്ട്. വേറെ അമേരിക്ക, റഷ്യ കൊടുക്കാന്ന് പറയുന്നില്ലേ ഗ്യാസുകൾ. അപ്പോൾ ഇവിടെ എനിക്ക് പ്രതീക്ഷയുണ്ട്, ഗ്യാസ് കിട്ടും. യുദ്ധമൊക്കെ ഇപ്പം തീരും. ബുക്ക് ചെയ്തിട്ട് ബുക്കിംഗ് നടക്കണില്ല. ഇപ്പം ഗ്യാസ് ഇല്ലേ? ഇനി ഗ്യാസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വീട്ടിലേക്കും ഗ്യാസ് ഇല്ല. ശരി തന്നെയാണ്, ബുദ്ധിമുട്ട്. കിട്ടുന്ന ബുക്കിങ്ങേ ആവുന്നില്ല. ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല ബുദ്ധിമുട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. ജനങ്ങൾ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കിട്ടില്ലെങ്കിൽ അടുപ്പ് തീയറ്റിക്കും, അത്രയല്ല. ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്തോ ഏജൻസിക്കാരെന്തോ പറയുന്നത് വിളിക്കുമ്പോൾ വന്നില്ല, സാധനം വന്നില്ല എന്ന് പറയും. ബുദ്ധിമുട്ടില്ലാതെ കിട്ടിക്കൊണ്ടിരുന്നതന്നെ. ഇപ്പം ലോഡ് ഇത്തിരി സ്ലോ ആയി. അവർ പരിഹരിക്കും, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇതില്ലാതെ കിട്ടിക്കൊണ്ട് ഇപ്പം ലോഡില്ലാത്തതുകൊണ്ട്. ലോഡ് വന്നില്ല, എന്താണ് ചോദ്യമെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് പിറ്റേന്നാ 3-നൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതല്ലേ. അടച്ചു കൂട്ടി എന്ന് പറഞ്ഞു, അത് അവർക്കുള്ള ഇതാണ് നിർത്തിയിരിക്കണമെന്ന് പറഞ്ഞു. ഉത്തരവാദിത്തമാണ്. അത് ആര് പറയില്ല. അവർ ആരെയും ഷോർട്ടേജ് എന്ന് പറയരുതേ ആളുകളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിതാ പോയിട്ട് വരണം, കിട്ടിയില്ല. ഗ്യാസ് ഇല്ലാതിരിക്കുന്നത് വീട്ടിലുള്ള കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റൂല, പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ട്. പണ്ട് വിറവുണ്ടായിരുന്നവർ വിറവ് മാറ്റി, ഇപ്പം പെണ്ണുങ്ങൾ അത് കത്തിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടാണ്. ഒന്ന് വരുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലാതാക്കും. അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം ഇല്ലാതിരിക്കാൻ വേണം പഴയ കാര്യങ്ങൾ ഓർമ്മ വരണം. ഇവിടെയെല്ലാം ഗ്യാസ് വെച്ച് തന്നെ ചായ കട നടക്കണം. പിന്നെ നമ്മളെ വീട്ടിലും ഗ്യാസ് ഉണ്ട്. 2 ദിവസം കഴിയുമ്പോൾ അതും തീരും. ബുക്ക് ചെയ്തിട്ട് വല്ലതും കിട്ടുന്ന അനക്കമുണ്ടോ ഏജൻസിന്ന്? ഇല്ല, ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഏപ്രിലേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത്ര കുറ്റി ആയിപ്പോയി. അയലത്തൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടോ ഗ്യാസ് കിട്ടാൻ പ്രയാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ശരി, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഗ്യാസ് കിട്ടാതായാലത്തെ അവസ്ഥ ബുദ്ധിമുട്ടല്ലേ. പിന്നെ വീട്ടിൽ അടുപ്പില്ല. ഇപ്പോഴത്തെ വീടുകളിൽ അടുപ്പില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഗ്യാസ് കിട്ടേ ശരി. ബുദ്ധിമുട്ടുണ്ട്. നാളെ വരെയും ഗ്യാസ് കിട്ടും, നാളെ കട അടയ്ക്കും. ഇവിടെ വീട്ടിലും ഗ്യാസ് ഇല്ല. ഇവിടെ സാപ്പാട് വെക്കാൻ വേണ്ടി ഇവിടെ വന്ന് ചോറ് വെക്ക. ഇപ്പൊ ചോറ് ഇവിടെ വെച്ച് വീട്ടിൽ കൊണ്ടുപോകും. ചോറ് ഇവിടെ വെച്ച് കൊണ്ടുപോകും. ഏജൻസിക്കാർ இன்னும் 1 week 2 weeks ആവുമെന്ന് പറഞ്ഞു. ഇവിടെ ரொம்ப ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നാളല്ല, ഇന്നേ തീരും ഗ്യാസ്. നാളെ കട അടയ്ക്കും.
ഇവിടെ മറ്റേ ഇവിടെ ഈ ഏരിയയിൽ എല്ലാമേ അടച്ച്. ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടാത്തതിന് വളരെ ബുദ്ധിമുട്ടിരിക്കുന്നത്. കാരണം ഏതായിട്ട് സ്റ്റാഫ് ഹിന്ദിക്കാർ തന്നെ ഉണ്ട്. അവർ ഞങ്ങളെ പ്രതീക്ഷയാണ് ഇവിടെ മൊത്തം നിൽക്കുന്നത്. അപ്പം അവർക്ക് അവരുടെ ഫുഡും കാര്യങ്ങളും ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് വേറെ കടകളും ഇല്ല, കടകളും അടച്ചിരിക്കണം. അവർ നമ്മുടെ യഥാർത്ഥ ഫുഡ് അവർ കഴിക്കാറില്ല. അത് കാരണം നമുക്ക് കട തുറക്കാനും പറ്റില്ല. പിന്നെ അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക് നമ്മുടെ സിറ്റിയിൽ ഓൾറെഡി കിട്ടാറില്ല. ഞങ്ങൾ ഇന്നലെ പോയി എല്ലായിടത്തും പോയി അന്വേഷിച്ചിട്ട് അവസാനം കാട്ടാക്കടയിൽ നിന്നാണ് വിറകെടുക്കുന്നത്. വിറകിന് പണ്ടത്തെ കാട്ടി നല്ല വിലയായിപ്പം. ഇപ്പം വിറക് കൊണ്ട് സ്റ്റോക്ക് ചെയ്യാനും പറ്റില്ല. കാരണം സിറ്റിയിൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും വേറെ പ്രശ്നമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തൊരു പാചകം ചെയ്യുകയാണെങ്കിൽ പോകാൻ കാരണം കസ്റ്റമേഴ്സിന് ഇരിക്കാനും പറ്റാത്തൊരു മെയിൻ മെനക്കെടായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിന്ന് വാർഡ് കൗൺസിലറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, വിനിയോഗിപ്പ് അടുത്ത് വിളിച്ച് ചോദിച്ച് പുള്ളി പറഞ്ഞു നിങ്ങൾ വെളിയിട്ട് ചെയ്യുക, അത് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം ഗ്യാസിൻ്റെ പ്രശ്നം എന്താണെന്നുള്ള അറിയാമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ വെളിയിൽ നിന്നിട്ട് അങ്ങ് എന്തെങ്കിലും. കാരണം കട അടച്ചിടാൻ പറ്റാത്തായിരുന്നു. കട അടച്ചിട്ട് കച്ചവടം പോകും, മെനക്കേടായി ആ രീതിയിലിരിക്കും. ജോലിക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ള ഇത് കാരണം എന്തെന്നാലും അവർക്ക് സാലറിയും കൊടുക്കണം, കടയ്ക്ക് വാടക കൊടുക്കണം, എല്ലാം ചെയ്യണം. അപ്പം പിന്നെ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് എന്ത് വന്നാലും വെളിയിട്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഈ വെളിയിട്ട് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞാൽ അത് ഇതിനെക്കാട്ടി വളരെ മെനക്കെടും, സമയവും അത്രയും ഇതാണ്. കാരണം ഇപ്പം 11 മണിക്ക് ആവാനുള്ളതാണ് ഗ്യാസിലാണെങ്കിൽ. അപ്പം ഗ്യാസ് കിട്ടാത്തതിന് വളരെ ഒരു മെനക്കെട്ടിരിക്കുകയാണ്. പിന്നെ കൗൺസിലറിനടുത്ത് ചോദിച്ചപ്പോഴും പുള്ളിയാണ് നമുക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്ത് തന്നത്. വിനിയോഗിപ്പ് നല്ല സപ്പോർട്ട് ചെയ്ത് പുള്ളി പറഞ്ഞ് ഞാൻ കൂടെ നിൽക്കാമെന്നുള്ള കാര്യം പറയാൻ ചെയ്തു.